നല്ല കേക്കും, മോശപ്പെട്ട സർവീസും. അതായത് സ്റ്റാഫിൻ്റെ ഒരു കസ്റ്റമറിനുള്ള സമീപനം. നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിക്കുന്ന ഒരു ഷോപ്പായിരുന്നു ഈ ക്യൂട്ടി പൈ എന്നുള്ളത്. അതും പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ക്യൂട്ടി പൈ എന്നുള്ളത്. അപ്പോൾ ഇവർ കുറേ സ്ഥലങ്ങളിലുണ്ട് ഈ ക്യൂട്ടി പൈക്ക്. അപ്പോൾ അത് നല്ല കേക്കായതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബർത്ത്ഡേ ഇതിന് വേണ്ടിയിട്ട് അവർ കേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തേക്ക് കേക്ക് വേണം. അതിൻ്റെ ഫുൾ പേയ്മെൻറ്റും നമ്മൾ ചെയ്തിട്ട് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്തതാണ്. അതായത് പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് വേണം എന്നുള്ള രീതി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് ഒരു 5 മണിയായപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് കേക്ക് ഇതുപോലെ തന്നെ പേരും കാര്യങ്ങളും എഴുതാൻ പറ്റിയില്ല. വേറെ സ്റ്റാഫായിരുന്നു നിങ്ങളുടെ ഓർഡർ എടുത്തത്. ഞാനല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റാഫ് മാറിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വേറൊരു പയ്യനായിരുന്നു. പക്ഷേ ആ പയ്യൻ അവിടുന്ന് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ സ്റ്റാഫ് വരുമ്പോഴത്തേക്ക് അവനോട് പറയേണ്ടതായിരുന്നു. ഇതുപോലെ ഓർഡർ ഉണ്ട്, 5 ഇതുപോലെ റെഡി ആയിട്ട് വെക്കണം, ഫുൾ പേയ്മെൻറ്റ് തന്നു. പക്ഷേ അതൊന്നും തന്നെ ആ ഒരു പയ്യനും ചെയ്തില്ല. പുതിയൊരു പയ്യൻ പറയുന്നത് നിങ്ങൾ അവനോട് പോയി ചോദിക്കുക. നമ്മൾ ഫുൾ പേയ്മെൻറ്റും ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ ഇന്ന് ടൈമും എഴുതി അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ഈ സ്റ്റാഫ് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ ഉത്തരവാദിത്തം, നിങ്ങൾ അവരോട് പോയി ചോദിച്ചു. അങ്ങനെ അവസാനം അവരോട് വലിയൊരു തർക്കത്തിലോട്ട് തർക്കം ഉണ്ടാക്കേണ്ടി വന്നു. അവസാനം അവർ ചോദിച്ചു നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഫുൾ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ആ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വെറും എന്താ പറയുക നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, അവന് ഉത്തരവാദിത്തമില്ല, പുതിയ സ്റ്റാഫിന് ഷിഫ്റ്റ് മാറി വന്ന ഉത്തരവാദിത്തമില്ല, പഴയ സ്റ്റാഫിനോട് പോയി ചോദിക്കുക. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് സ്റ്റാഫ് തന്നെ പറയുക. അപ്പോൾ ഇങ്ങനെ നല്ല ഫുഡ് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, മോശപ്പെട്ട സർവീസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ കസ്റ്റമർ ഉറപ്പായിട്ടും കയറത്തില്ല. കാരണം നമുക്ക് ഇപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്, അതുപോലെ തന്നെ അതിനേക്കാളുപരി നല്ലൊരു സർവീസ്. ഇപ്പോൾ ഫുള്ള് ചെറിയൊരു കോംപ്രമൈസ് ഒക്കെ പല ആൾക്കാരും ചെയ്യാറുണ്ട്. എന്താ ഇച്ചിരി ഡിലേ ആവും. പക്ഷേ ആ ഒരു പയ്യൻ അവിടെ നിന്ന് പയ്യൻ നമ്മളോട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓക്കെ ഇതുപോലെ തന്നെ ഡിലേ ആയിപ്പോയി, സോറി. അപ്പോൾ അങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓക്കെ നല്ലൊരു സർവീസാണ്, വീണ്ടും നമ്മൾ ചെല്ലും. പക്ഷേ ഇത് വളരെ മോശപ്പെട്ട സർവീസാണ് അവരുടെ സൈഡിൽ നിന്നുണ്ടായത്. നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കസ്റ്റമർ കെയർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ പുതിയ പയ്യനാണ്, അതുപോലെ തന്നെ അവന് സമയം കിട്ടിയില്ല, റഷായിരുന്നു. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത സാധനം വൈകുന്നേരം വരെ അവന് ഒരു ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എഴുതാൻ ഒരു ടൈം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ തിരക്ക്, കാരണം എപ്പോഴും ഒരു റഷ് ആയിരിക്കത്തില്ല. അവിടെ 1-2 കസ്റ്റമർ അങ്ങനെ എപ്പോഴും കാണത്തുള്ളൂ. പക്ഷേ അവൻ എന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മളോട് ബിഹേവ് ചെയ്ത രീതി ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ മറ്റേ ആളാണ് ഓർഡർ ചെയ്തത്, ഞാൻ പുതിയതായിട്ട് വന്നു, അങ്ങനെയൊന്നുമില്ല. അവൻ മറ്റേ ആളോട് പോയി ചോദിക്കും എനിക്കറിയത്തില്ല. അങ്ങനെ റേസായി സംസാരിക്കുമ്പോൾ ഒരു കസ്റ്റമറിന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നല്ല ഫുഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നല്ലൊരു സ്റ്റാഫ് കസ്റ്റമർ ഇതുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാവും. ഇവരെപ്പോലുള്ളവനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ക്യൂട്ടിപ്പയുടെ മാനേജ്മെൻറ്റിന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല ഫുഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, സ്റ്റാഫിന് നല്ല ട്രെയിനിങ് കൊടുക്കുക, നല്ല ഉത്തരവാദിത്തമുള്ള സ്റ്റാഫിനെ വിളിക്കുക, അതുപോലെ തന്നെ കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കസ്റ്റമറിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോൾ ഒരു യൂട്യൂബ് പേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. വെറും വേസ്റ്റ് കസ്റ്റമർ സമീപനമാണ് അവരുടെ സൈഡിൽ നിന്നുണ്ടാകുക. സ്റ്റാഫൊക്കെ വെറും പുവറാണ്, പ്രത്യേകിച്ച് പത്തനംതിട്ട ഔട്ട്ലെറ്റിൽ.